ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ത്വലാഖ് സംബന്ധമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ത്വലാഖ് അനിവാര്യമായ ഘട്ടങ്ങളിൽ നിർവഹിക്കാനുള്ളതാണ്. പൊതുവെ അത് അല്ലാഹു തആലക്ക് വെറുപ്പുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ചില അനിവാര്യമായ ഘട്ടങ്ങളിൽ അവ നിർവഹിക്കാം. എങ്കിൽ മാത്രമാണ് സുഖകരമായ ജീവിതം എല്ലാ വിഭാഗം ആളുകൾക്കും സാധ്യമാവുക. ത്വലാഖ് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നാം പറയുന്നത്. അർക്കാനു ത്വലാഖ്, ത്വലാഖിൻ്റെ ഘടകങ്ങൾ. ത്വലാഖ് പല വിധത്തിലുമുണ്ട്. ആ ത്വലാഖു യൻഖസിമു ഇലാ ഖിസ്മൈനി. ത്വലാഖ് രണ്ട് രൂപത്തിൽ ഉണ്ട്. ഒന്ന്, ത്വലാഖു ബി ഇവളിൻ, എന്തെങ്കിലും വസ്തുക്കൾ സ്വീകരിച്ചുകൊണ്ട് തലാഖില്ല. തലാഖെല്ലാം പുരുഷൻ കൂട്ടാക്കുന്നില്ല. ഇനി കല്യാണം കഴിക്കാൻ എനിക്ക് വലിയ പ്രയാസം ഉണ്ടാവും ഇവിടെ തലാഖില്ലാൽ. അപ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെടുക, ഇത്ര സംഖ്യ തന്നെങ്കിലേ ഞാൻ തലാഖ് ചൊല്ലൂ. ഓവൽ ഖുൽഉ, അതിന് ഖുൽഉ എന്നാണ് പറയുക. സയത്തി ബയാനുഹു, അതിൻ്റെ വിശദീകരണങ്ങൾ പിന്നീട് വരുന്നുണ്ട്. രണ്ടാമത്തത് തലാഖുൻ ബി ഗൈരി ഹിവളിൻ, പകരമായി ഒന്നും സ്വീകരിക്കാതെ തലാഖ് ചെല്ലുക. വാർക്കാനു സലാത്തുൻ, അതാണ് നമ്മൾക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ളത്. അത് മൂന്ന് ഘടകങ്ങൾ അതിനുണ്ട്. ഒന്ന്, അൽ മുത്തല്ലിഖു, തലാഖ് ചെല്ലുന്ന ആൾ, തലാഖ് ചെല്ലുന്നവൻ. അതിൻ്റെ ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, തലാഖ് ചെല്ലുന്നവൻ വേണം. യുസ്തറത്തു ഫീഹി, അതിൽ നിബന്ധനയാണ് അൻ യകൂന ബാലിഗൻ, പ്രായപൂർത്തിയായ ആൾക്കേ തലാഖില്ലാൻ പറ്റും. ചെറിയ കുട്ടിയെ കൊണ്ട് വാപ്പ കല്യാണം കഴിപ്പിച്ചു, വലിയ കല്യാണം കഴിപ്പിച്ചു. അത്തരം ഘട്ടങ്ങളിൽ ആ കുട്ടി ഭാര്യയെ തലാഖ് ചെല്ലാൻ അവൻ പറഞ്ഞിട്ട് കാര്യമില്ല, തലാഖാവൂല. ആക്കിലൻ, ബുദ്ധിയുള്ളവനാകണം. പ്രായം പൂർത്തിയായി പക്ഷേ ബുദ്ധിയില്ല, ഭ്രാന്തനാണ്, അവൻ തലാഖ് ചെല്ലിയാൽ തലാഖ് സംഭവിക്കൂല. മുഖ്താറിന് ഇഷ്ടപ്രകാരം രണ്ടാളുകൾ വന്നിട്ട് അടിച്ചിട്ട് നിന്റെ ഭാര്യയെ തലാഖ് ചെല്ലൂ എന്ന് പറഞ്ഞു. നിർബന്ധിതമായ ഘട്ടത്തിൽ അവനങ്ങ് കുടുങ്ങിയിട്ട് അവൻ ഇഷ്ടമല്ലാതെ ഞാൻ തലാഖ് ചെല്ലി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആ തലാഖിനാവശ്യമായ സ്വീക ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ തലാഖ് സംഭവിക്കില്ല. ഫലാ യസിഹു തലാഖു സബിയിൻ, കുട്ടിയുടെ തലാഖ് അത് സഹിയാവുകയില്ല. വ തലാഖു മൻ സാല അഖ്ലുഹു, ബുദ്ധി നീങ്ങിയവൻ്റെ തലാഖ് അതും സഹിയാവുകയില്ല. ബി സബബിൻ യുഅ്ദറു ഫീ, കാരണം ഉഴുതർ നൽകപ്പെടുന്ന കാരണം കൊണ്ട്. ഒരാൾ കള്ള് കുടിച്ചിട്ട് ബുദ്ധി നീങ്ങിപ്പോയി, ആ സമയത്താണ് ഭാര്യയെ തലാഖ് ചൊല്ലിയത്, സംഭവിക്കും. അവിടെ ആ കള്ള് കുടിച്ചിട്ട് ബുദ്ധിയില്ലാത്തയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൽ മജ്നൂനി വൽ മുഗ്മാലി, ബോധക്ഷയം ഉണ്ടായ ആൾക്ക്, അതുപോലെ ഭ്രാന്തന്, ഇത്തരം ആളുകളൊക്കെ തലാഖ് ചൊല്ലിയാൽ തലാഖ് സംഭവിക്കുന്നതല്ല. വഅമ്മാമൻ സാല അഖ്ലുഹു ബിസബബിൻ ലാ യുഅ്ദറു ഫീഹി, ഉഴ്ദർ നൽകപ്പെടാത്ത കാരണം കൊണ്ടാണ് ഒരാളുടെ ബുദ്ധി നീങ്ങിയത്. കസ്സക്റാനിൽ മുതഅദ്ദി ബിസുക്രിഹി, ലഹരി കൊണ്ട് വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച് അയാൾ ലഹരി ബാധിച്ചു, അങ്ങനെയാണ് പറഞ്ഞത്. ഫയഖൗ തലാഖുഹു, തലാഖ് നടക്കും. ഒരാൾ നിർബന്ധിച്ച് മറ്റൊരാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിപ്പിച്ചതാണ്, ഇവരും താല്പര്യമില്ലാതെ അവൻ്റെ വായിലേക്ക് കള്ളൊഴിച്ചു കൊടുത്തു, അങ്ങനെ ബുദ്ധിയില്ലാതെയായി. ആ സമയത്താണ് തലാഖ് ചൊല്ലിയതെങ്കിൽ തലാഖ് സംഭവിക്കൂല. വലാ യസിഹു തലാഖു മൻ ഉക്രിഹ അലൈഹി ബിഗൈരി ഹഖ്ഖിൻ ബിമഹ്ദൂരിൻ, എന്തോ അപായം പറഞ്ഞിട്ട് കാരണമില്ലാതെ ഒരാളെ നിർബന്ധിപ്പിച്ചു തലാഖെല്ലാൻ, വാളും വടിയുമായി വന്ന് ഇപ്പം കൊല്ലും തലാഖ് ചൊല്ലിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അയാൾ പേടിച്ച് തലാഖ് ചൊല്ലി, എന്നാൽ തലാഖ് ആകുന്നതല്ല. വയക്കവു തലാഖുൽ ഹാസിലി ബി ലഫ്ലിഹി, തലാഖിൻ്റെ പദം പറഞ്ഞ് അത് കളിച്ച ഒരാൾ, അയാളുടെ തലാഖ് സംഭവിക്കും. ഒരു തമാശയ്ക്ക് വേണ്ടി ഒരാൾ ആ ഭാര്യയെ തലാഖില്ലെന്ന് പറഞ്ഞു, അതോടുകൂടി തലാഖ് നടക്കും. വൽ ഖളുബാന്, ദേഷ്യം കൂടിയ ആൾ, ഭാര്യ ദേഷ്യം പിടിച്ചപ്പോൾ ഭാര്യയെ അത് പരാജയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ദേഷ്യം മാറാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞതാണ്, തലാഖാണ് നടക്കും. വലാ അസറലി ഇക്കായത്ത് തലാഖിൽ ഗൈരി, മറ്റൊരാൾ തലാഖ് ചൊല്ലിയ വാക്ക് ഉപയോഗിച്ച്
ഒരാൾ തൻ്റെ ഭാര്യയെ തലാക്ക് ചൊല്ലിയിട്ടുണ്ട്, ആ വിഷയം ഇയാൾ എടുത്തു പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ തലാക്ക് ചൊല്ലി എന്ന് മറ്റേയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇവിടെ തലാക്കാവില്ല. അതുപോലെ തസ്വീരിൽ ഫക്കിഹി, ഒരു ഫിഖ് അറിയുന്ന പണ്ഡിതൻ ഈ വിഷയമൊന്ന് രൂപപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം പറയാണ്. ഞാൻ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഭാര്യയെ തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു, അപ്പോൾ അയാളുടെ വിഷയങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി പറയാം, അതുകൊണ്ടൊന്നും തലാക്കാവില്ല. വലി തലഫുദ് ബിഹി ബിഐസു ലാ യുസ്മിഉ നഫ്സഹു, അവനവൻ കേൾക്കുന്ന വിധത്തിൽ പറയണം, എന്നാലേ തലാക്കാവും. കേൾക്കുന്ന രൂപത്തിൽ പറയാതെ മനസ്സിലിങ്ങനെ അതിൻ്റെ വാക്ക് രൂപപ്പെടുത്തി പറഞ്ഞിട്ടില്ല എന്നാലും തലാക്ക് സംഭവിക്കൂല. അപ്പോൾ തലാക്കിന് ഒന്നാമതായി വേണ്ടത് തലാക്ക് ചെല്ലുന്നവൻ. അസ്സാനി രണ്ടാമത്തത് മഹല്ലു തലാക്ക്, തലാക്ക് എവിടെയാണോ പോയി വീഴുന്നത് ആ വീഴുന്ന സ്ഥലം, അത് തലാക്കിന് ആവശ്യമാണ്. അതേതാ? വഹിയ സൗജത്തു, ഭാര്യ തന്നെ. ഭർത്താവ് തലാക്ക് ചെല്ലുമ്പോൾ ആ തലാക്കിന് വിധേയപ്പെടുന്നത് ഈ പെണ്ണാണല്ലോ. വൈസ്തുറത്തു കൗനുഹ സൗജത്തൻ ലിൽ മുത്തല്ലിഖി ഹാല തലാഖി, തലാക്ക് ചെല്ലുമ്പോൾ തലാക്ക് ചെല്ലുന്നവൻ്റെ ഭാര്യയായി അവൾ ഉണ്ടാകണം. ഫലാ യഖഉ തലാഖു, അപ്പോൾ തലാക്ക് വരുന്നതല്ല. വലൗ മുഅല്ലിഖൻ അലാ അജ്നബിയത്തിൻ, ഒരു അന്യ സ്ത്രീയെ ഒരാൾ എന്ത് ചെയ്തു? തലാക്ക് ചൊല്ലി. ഞാൻ എന്നെ തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു. ഒരു അന്യ പെണ്ണിനോടാണ് പറഞ്ഞത്, എൻ്റെ ഭാര്യയല്ലാത്തവളോട് എന്താവില്ല തലാക്ക് സമയം. അത് പറഞ്ഞാൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ നിന്നെ തലാക്ക് ചൊല്ലി എന്നാണ് പറയുന്നത്, എന്നാലും തലാക്ക് അവളിലേക്ക് വരൂല, കാരണം അവൾ ഇവൻ്റെ ഭാര്യയല്ല. അപ്പോൾ കഥാലായക്കൗ തലാഖു വലാ ബായിനിൻ, ബായിനായ തലാഖുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റാത്ത തലാഖുണ്ടാവും. ആ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരാൾ, അവൻ ഒരു ഭാര്യയെ ഒരാൾ തലാഖല്ലി തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലായി, അത്തരം സമയത്ത് തലാഖ് വീണ്ടും തലാഖ് ചൊല്ലിയാൽ ആ തലാഖ് അവളിലേക്ക് വന്നു പതിക്കൂല. മുഖ്തലാത്തിൻ ഹുൽ ചൊല്ലിയ, ഹുൽ ചെയ്ത് ഒഴിവാക്കിയ പെണ്ണ്, അവളെ ഇവൻ തലാഖ് ചൊല്ലി, ആ തലാഖ് അവളിലേക്ക് പതിക്കുകയില്ല. വയക്കൗ തലാഖു റജഇയ്യത്തിൻ, തിരിച്ചെടുക്കാൻ പറ്റുന്ന തലാഖ്. ഒരു പെണ്ണിനെ ഒരാൾ തലാഖ് ചൊല്ലിയാൽ ഇദ്ദാകാലത്ത് അവളെ തിരിച്ചെടുക്കാൻ പറ്റും. ആ സമയത്ത് അവളെ തലാഖ് ചൊല്ലിയാൽ ആ തലാഖ് സംഭവിക്കുന്നതാണ്. മാലം തങ്കലി ഇദ്ദത്തു, അവിടെ ഇദ്ദ തീരാത്തിടത്തോളം കാലം. ഒരാൾ ഒരു പെണ്ണിനെ ഒരു തലാഖല്ലേ, അപ്പോൾ അവൾ ഇദ്ദയിലാണ്. ആ ഇദ്ദാകാലത്ത് ഇവൻ എന്ത് ചെയ്തു? നിന്നെ ത്വലാഖ് ചൊല്ലി, രണ്ടാമത്തെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ത്വലാഖ് അങ്ങ് പോവും. അപ്പോൾ അവൾ ഇദ്ദാകാലത്താണ്, റജയ്യത്തായതുകൊണ്ട് അവളിലെ ഈ രണ്ടാമത് തലാഖ് അവളിലേക്ക് വന്ന് പതിക്കും. ഇനി മൂന്നാമത്തത്, അപ്പോൾ നമ്മൾ പറഞ്ഞു തലാഖിന് ആവശ്യമായ ഒന്ന് തലാഖ് ചെല്ലുന്നവനാണ്, രണ്ടാമത്തത് തലാഖ് പതിക്കുന്ന സ്ഥലം അഥവാ ഭാര്യയാണ്, മൂന്നാമത്തത് തലാഖിന് ആവശ്യമായ പദം. അസ്സിയഉല്ലത്തി യഖഉ ബിഹ തലാഖു നൗആനി, തലാഖ് അതുകൊണ്ട് നടക്കും അങ്ങനെയുള്ള പദങ്ങൾ രണ്ടിനമാണ്. സ്വരീഹുൻ, ഒന്ന് വ്യക്തമായ പദം, ആ വാക്ക് അയാൾ പറയുന്നതോട് കൂടി തന്നെ തലാഖ് അങ്ങ് സംഭവിക്കും, നെയ്യത്തൊന്നും ആവശ്യമില്ല. മറ്റൊന്ന് കിനായത്തുൻ, സൂചനാപദമാണ്. അപ്പോൾ തലാഖ് ചെല്ലാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് വ്യക്തമായി തലാഖ് നടക്കുന്ന പദം, രണ്ടാമത്തത് സൂചനാപദം. ഫസ്സരീഹു, വ്യക്തമായ പദം. യഖഉ ബിഹി തലാഖു, അതുകൊണ്ട് തലാഖ് നടക്കും അങ്ങനെയുള്ള വ്യക്തമായ വാക്കുകൾ. സവാബിഹി തലാഖ് അംല, ഈ തലാഖ് ഈ പദം ഉപയോഗിക്കുമ്പോൾ തലാഖിനെ കരുതിയാലും ശരി കരുതിയില്ലെങ്കിലും ശരി. നമ്മൾ പറഞ്ഞു വരുന്നത് തലാഖിൻ്റെ വ്യക്തമായ ചില പദങ്ങളെക്കുറിച്ചാണ്. ആ പദം ഉപയോഗിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ തലാഖാക്കുന്നു എന്ന് കരുതിയാലും, അല്ലെങ്കിൽ ഞാൻ വെറുതെയാണ് പറയുന്നത് എന്നാണ് കരുതിയതെങ്കിലും, നിയത്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലുമൊക്കെ ആ പദം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ തലാഖ് സംഭവിക്കും. അങ്ങനെയുള്ള പദങ്ങളാണ് സ്വരീഹായ പദം എന്ന് പറയുന്നത്. വലാ യഖഉ ബിൽ കിനായത്തി, കിനായത്തുള്ള സൂചനാപദം കൊണ്ട് തലാഖ് നടക്കൂല. ഇല്ലാ ഇൻ നവാ ബിഹി തലാഖ്, തലാഖിനെ കരുതി പറഞ്ഞാലല്ലാതെ. തലാഖൊന്നും ചെല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, പെണ്ണിനൊന്ന് പേടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ ചില സൂചനാപദങ്ങളുണ്ട്,
ആ പദങ്ങൾ മനസ്സിൽ തലാക്കിനെ കരുതാതെ ഉപയോഗിച്ചാൽ തലാക്ക് ആകുന്നതല്ല. ഫസ്വരിഹു, സ്വരീഹായ പദം മുസ്തഖു തലാക്കിൻ വ ഫിറാക്കിൻ വ സറാഹിൻ. ഇത് 3 പദങ്ങളും നമ്മുടെ പ്രമാണങ്ങളിൽ വന്ന പദങ്ങളാണ്. ത്വലാക്ക് എന്നൊരു വാക്ക്, ഫിറാക്ക് എന്ന വാക്ക്, സറാഹ് എന്ന വാക്ക്. ഈ 3 പദങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റു വാക്കുകൾ, ഈ ധാതു ത്വലാക്ക്, ഫിറാക്ക്, സറാഹ് എന്ന ധാതുവിൽ നിന്ന് ഉത്ഭൂതമാകുന്ന മറ്റു വാക്കുകൾ, അതൊക്കെ സ്വരീഹായ വാക്കുകളാണ്. വ തർജുമത്തുഹു, ഇവയുടെ നേരെ പരിഭാഷകളും. ഈ 3 വാക്ക്, ത്വലാക്ക്, ഫിറാക്ക്, സറാഹ്, ഈ 3 വാക്കുകളും അവയുടെ പരിഭാഷയും ആ പരിഭാഷയും എല്ലാം എന്താണ്? ത്വലാക്കിൻ്റെ വ്യക്തമായ പദങ്ങളാണ്. ഫൈദാ കാല, അപ്പോൾ ഒരാൾ പറഞ്ഞു അന്തി ത്വാലിക്കുൻ. അപ്പോൾ ത്വലാക്ക് എന്നതിൽ നിന്ന് ഉത്ഭുതമായൊരു ഇസ്മു ഫായിലാണ് ത്വാലിക്ക്. അപ്പോൾ ഒരാൾ തൻ്റെ ഭാര്യയോട് അന്തി ത്വാലിക്കുൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അന്തി മുതല്ലഖത്തുൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫാറഖ്തുകി എന്ന് പറഞ്ഞു, ഔ അന്തി മുഫാറഖത്തുൻ എന്ന് പറഞ്ഞു, ഔ സറഹ്തുകി, ഔ അന്തി മുസറഹത്തുൻ. ഇത് വിവിധ പദങ്ങളാണ്. ഈ വാക്കുകളൊക്കെ ഒരാൾ ഭാര്യയോട് ഉപയോഗിച്ചു. നീ ത്വലാക്ക് ചെല്ലപ്പെട്ടവളാണ്, നിന്നെ ഞാൻ ഒഴിവാക്കി, നീ ഒഴിവാക്കപ്പെട്ടവളാണ്. ഇത്തരം വാക്കുകൾ, ആ വാക്കുകളും അല്ലെങ്കിൽ അതിൻ്റെ നേരെ തർജുമയായ പരിഭാഷയായ വാക്കുകളും ഒരാൾ ഉപയോഗിച്ചാൽ ത്വലഖത്ത്, അവൾ ത്വലാഖാകുന്നതാണ്. സവാഉൻ നവ ത്വലാഖ അംല, ഈ വാക്ക് ഉപയോഗിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ ത്വലാഖ് ചെല്ലുകയാണ് എന്ന് കരുതിയാലും ഇല്ലെങ്കിലും എന്തായാലും ത്വലാഖ് നടക്കും. വൽ കിനായത്തു, നേരത്തെ പറഞ്ഞ സൂചനാപദം, ഹിയ കുല്ലു ലഫ്ദിൻ ഇഹ്തമല ത്വലാഖ വഗൈർ, ഈ വാക്കുകൊണ്ട് തലാക്കാകാനും തലാക്കാകാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതുപോലെ കൗലി, ഒരാൾ പറഞ്ഞു അന്ത്യ ഖലിയത്തു, നീ ഇപ്പോൾ ഒഴിവാണെന്നാണ്. ഒഴിവാണ് എന്ന് പറഞ്ഞാൽ, ഖലിയത്താണെന്ന് പറഞ്ഞാൽ നീ എൻ്റെ നിക്കാഹിൽ നിന്ന് ഒഴിവാണ് എന്നുമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥവും അതിന് കൽപ്പിക്കാം. ഇത്തരം ഒരു അർത്ഥത്തിൽ വാന്തി ബരിയത്തുൻ വാന്തി ഹറാമുൻ, നീ എനിക്ക് ഹറാമാണ്, ഹറാമാകുന്നത് കൊണ്ട് ചിലപ്പോൾ നീ എൻ്റെ ഭാര്യ അല്ലാത്തത് കൊണ്ട് ഹറാമാണ്, അങ്ങനെയും അർത്ഥം കൽപ്പിക്കാം, അല്ലാത്ത അർത്ഥവും കൽപ്പിക്കുക, രണ്ടിനും പറ്റുന്ന അർത്ഥം. ഇത്തരം ഘട്ടങ്ങളിൽ വന്നാൽ ആന്തിക്കൽ മൈത്തത്തി വ തസത്തരീ, ഒരാൾ പെണ്ണിനോട് പറഞ്ഞു നീ എന്നെ മറയിൽ പോയിരിക്കുന്നു പറഞ്ഞു, എനിക്ക് എന്നെ കാണാൻ പറ്റൂല, നീ കാരണം ഭാര്യയല്ല, അതുകൊണ്ട് നീ മറയിൽ പോയിരിക്കണം എന്നും അർത്ഥമുണ്ട്. അല്ല, തൽക്കാലം എന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല, ഒന്ന് മറയിൽ പോയിരിക്കുക എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇത് തലാക്കാകാനും തലാക്കാകാതിരിക്കാനും സാധ്യതയുള്ള വാക്കുകളാണ്. വബുഅദി, നീ ദൂരത്തേക്ക് പോട്, വദ്ഹബി, നീ പോകൂ, വഅൽഹഖി ബി അഹ്ലിക്, നീ നിന്റെ കുടുംബത്തിലേക്ക് പോയിക്കോ, ഒമാസ്ബാദാലിക്, ഇതിന് സമാനമായ മറ്റു വാക്കുകൾ. ഇതെല്ലാം കിനായത്തായ വാക്കുകളാണ്. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തലാഖാകണമെങ്കിൽ എന്ത് വേണം? തലാഖിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയണം, എന്നാൽ ഇതുകൊണ്ട് തലാഖ് സംഭവിക്കും. തലാഖിനെ ഉദ്ദേശിക്കാതെ ഈ വാക്കുകൾ പറഞ്ഞാൽ അത് കാരണമായി തലാഖ് ആകുന്നതല്ല. മിനൽ കിനായത്തി, സൂചനാപദങ്ങളിൽപ്പെട്ടതാണ് കിതാബത്തുൻ മിൻ നാത്തിക്കിൻ, എഴുത്തറിയുന്ന ആൾ ഒന്ന് എഴുതി. അപ്പോൾ തലാഖിൻ്റെ ശരിയായ വാക്ക് ഒരാൾ എന്ത് ചെയ്തു? കടലാസിൽ എഴുതിയിട്ട് ഇയാൾ ഈ എഴുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ തലാഖ് ചെല്ലുന്നു എന്ന് കരുതി എഴുതിയാൽ അതുകൊണ്ട് തലാഖാവും. മനസ്സിലൊന്നും കരുതാതെ തലാഖിൻ്റെ ശരിയായ പദം ഒരാൾ എഴുതിയാൽ അതുകൊണ്ട് തലാഖാവൂല. ഔ അഖറസ, അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാത്ത ആൾ, അയാൾ എഴുതിയാൽ അതും കിനായത്താണ്. ഫൈൻ നവാ ബിഹ തലാഖ വഖഅ, തലാഖിനെ ഇതുകൊണ്ട് കരുതുകയാണെങ്കിൽ തലാഖ് നടക്കും. ഇനിക്തറനത്തിൽ കിതാബത്തു ബിന്നിയ്യത്തി, നിയ്യത്തും എഴുത്തും ഒന്നിച്ച് വന്നാൽ, മനസ്സിൽ കരുതി ആ കരുത്തോടു കൂടിയാണ് എഴുതുന്നതെങ്കിൽ ഇതുകൊണ്ട് തലാഖ് നടക്കുന്നതാണ്. വയുഴ്ത്തദ്ദു ബി ഇഷാറത്തി അഖ്റസ, സംസാരശേഷി ഇല്ലാത്ത ആള്
ആംഗ്യം കാണിച്ചാൽ അതിനെ തലാഖിൻ്റെ പദമായി പരിഗണിക്കപ്പെടും. അപ്പോൾ ഒരാൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിക്കാഹ് എന്നാണ്. അതിൻ്റെ നേരെ എതിരിൽ ഒരാൾ എന്ത് ചെയ്തു? സംസാരശേഷി ഇല്ലാത്ത ആൾ ആംഗ്യം കാണിച്ചു, അത് തലാഖിൻ്റെ പദമായി പരിഗണിക്കപ്പെടും. ബി ഖിലാഫ് ഇഷാറത്തിൻ നാത്തുഖി, സംസാരശേഷി ഉള്ളവന് സൂചന, ആ സൂചന കൊണ്ട് തലാഖ് പരിഗണിക്കപ്പെടുകയില്ല. ഫതൽവു, അത് ലഘുവാൻ, നിരർത്ഥകമാണ്, അതൊന്നും ശരിയാവില്ല. അപ്പം പറഞ്ഞു വന്നത് തലാഖിന് 2 രൂപത്തിലുള്ള പദങ്ങളുണ്ട്. സൂചനാ പദമുണ്ട്, വ്യക്തമായ പദമുണ്ട്. വ്യക്തമായ പദം ഉപയോഗിച്ചാൽ കരുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുകൊണ്ട് തലാഖാവും. സൂചനാ പദങ്ങൾ ഉപയോഗിച്ചാൽ കരുത്തുണ്ടെങ്കിൽ അതുകൊണ്ട് തലാഖാവും. എഴുത്ത് എന്നത് വെറും കിനായത്താണ്. കരുതി എഴുതിയെങ്കിൽ മാത്രമാണ് അതുകൊണ്ട് തലാഖ് നടക്കുക. ഈ തലാഖിൻ്റെ എണ്ണം, അതുതു തലാഖി, തലാഖിൻ്റെ എണ്ണം, യംലിക്കുൽ ഹുറു, സ്വതന്ത്രനായ ഒരാൾക്ക് ഉടമാവകാശമുണ്ടാകും. സലാസ തത്ലീഖാത്തിന് 3 തലാഖ് ചെല്ലാനുള്ള അവകാശമുണ്ട്. വൽ അബ്ദു, അടിമയായ ആളുകൾക്ക് തത്ലീഖത്തൈനി 2 തലാഖാണ്. അടിമത്ത വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യത്താണത് പറഞ്ഞത്. ഒരു ഹാത്തബ സൗജത്തഹു, ഒരാൾ തൻ്റെ ഭാര്യയോട് സംബോധനം നടത്തി. ബിലഫ്ലിൻ മിൻ അൽഫാലി തലാഖി, തലാഖിൻ്റെ പദങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ചിട്ടാണ് ഭാര്യയോട് ഒരാൾ സംസാരിച്ചത്. വനവാബിഹി, അതുകൊണ്ട് അയാൾ കരുതിയത് ഈഖാ തൽക്കത്തൈനി ഔ സലാസൻ, 2ഓ 3ഓ തലാഖ് അതുകൊണ്ട് നടക്കട്ടെ എന്ന് കരുതി തന്നെയാണ് എന്ത് ചെയ്തത്? ഒരാൾ ഭാര്യയോട് തലാഖിൻ്റെ വാക്ക് ഉപയോഗിച്ച് സംസാരിച്ചത്. വഖമാനവ, ഞാൻ അന്തി താലിക്കുൻ, നീ താലിക്കാണ്, നീ ത്വലാഖ് ചെല്ലപ്പെട്ടവളാണ് എന്നൊരാൾ ഭാര്യയോട് പറയുമ്പോൾ 2 തലാഖ് എന്ന് അയാൾ കരുതി, അല്ലെങ്കിൽ 3 തലാഖ് എന്ന് കരുതിയത് എത്രയാണോ അതാണോ നടക്കും. വൈലം എൻവി അതതൻ, അന്തി താലിക്കുൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയത്ത് ഇത്ര തലാഖ് എന്ന് പറഞ്ഞിട്ടില്ല, എണ്ണം കരുതിയിട്ടില്ലെങ്കിൽ വക്കാല തൽക്കത്തും ഒരു തലാഖാണ് അതുകൊണ്ട് നടക്കുക. വൈകാല ലി ഗൈരിൽ മദ്ഹൂലി ബിഹ, ഭാര്യ, ആ ഭാര്യയുമായി ലൈംഗിക ബന്ധം നടന്നിട്ടില്ല. നടക്കാത്ത ഒരു ഭാര്യയോട് ഒരാൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? അന്തി താലിക്കുൻ, അന്തി താലിക്കുൻ, അന്തി താലിക്കുൻ എന്ന് 3 വട്ടം പറഞ്ഞു. വക്കാ തൽക്കത്തുൻ വാഹിദത്തുൻ, ഒറ്റ തലാഖാണ് അതുകൊണ്ട് നടക്കുക. വൈകാല താലിക്കലിൽ മദ്ഹൂലി ബിഹ, ലൈംഗികമായി ബന്ധപ്പെട്ട ഒരു ഭാര്യയോടാണ് ഒരാളിത് പറയുന്നത്. അപ്പം ഫൈനവൽ അതത, എണ്ണം കരുതിയിട്ടുണ്ട്. അന്തി താലിക്കുൻ, അന്തി താലിക്കുൻ, അന്തി താലിക്കുൻ എന്ന് പറഞ്ഞാൽ 3 തലാഖാണ് എന്നാണ് കരുതിയതെങ്കിൽ, ഔ അത്തലക്ക, അല്ലെങ്കിൽ എണ്ണൊന്നും കരുതിയിട്ടില്ല, 3 വട്ടാട് പറഞ്ഞിട്ടേ ഉള്ളൂ, എന്നാൽ വക്കാ സലാസൻ 3 അങ്ങോട്ട് മാറും, 3 തലാഖായിട്ട് നടക്കും. ലൈംഗികമായ ബന്ധം ഇല്ലാത്ത ഒരു ഭാര്യയോട് അന്തി താലിക്കുന്നു പറയുന്നതോട് കൂടി തന്നെ അവൾ അവൻ്റെ ഭാര്യ അല്ലാതെയായി. പിന്നെ 2ാമത്തെ വാക്ക് അവളിലേക്ക് ബാധിക്കൂല. അതേസമയത്ത് ലൈംഗികമായി ബന്ധപ്പെട്ട ഭാര്യയാണെങ്കിൽ ആ ഭാര്യ അന്തി താലിക്കുന്നു പറയുമ്പോൾ അവൾ തലാഖിലാണ്. തലാഖിലാകുമ്പോൾ അതോടൊപ്പം തന്നെ അവൾ റജയ്യത്താണ് എന്ന് പറഞ്ഞാൽ മടക്കിയെടുക്കാൻ ഇദ്ദ ഉള്ളവളാണ്. ഇദ്ദാകാലത്ത് അവളെ മടക്കിയെടുക്കാൻ പറ്റും, ഇദ്ദ ഉള്ളവളാണ്. ലൈംഗികമായി ബന്ധപ്പെടുമ്പോഴാണല്ലോ ഇദ്ദ ഉണ്ടാവുക. ആ ഇദ്ദാകാലത്ത് അന്തി താലിക്കും 2ാമത് പറഞ്ഞതും 3ാമത് പറഞ്ഞതും ഒന്ന് തന്നെയാണ്, അത് തൗക്കീദായി ആവർത്തിച്ചു പറയുകയാണ് എന്ന് കരുതിയാൽ ഒരു തലാഖേ സംഭവിക്കും. അല്ല, ഒന്നും കരുതിയില്ലെങ്കിൽ അപ്പോൾ അന്തി താലിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു തലാഖ്, അന്തി താലിക്കുന്നു 2ാമത് പറഞ്ഞുകൊണ്ട് 2ാമത്തെ തലാഖ്, അന്തി താലിക്കുന്നു 3ാമത് പറഞ്ഞതുകൊണ്ട് 3ാമത്തെ തലാഖും സംഭവിക്കും. വൈനവ തൗക്കീദ, 1ാമത് പറഞ്ഞതിനെ ഫലപ്പെടുത്തലിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലം യഖ ഇല്ലാ തൽഖ, ഒറ്റ തലാഖ് മാത്രമാണ് അതുകൊണ്ട് നടക്കുക. വയസിഹുൽ ഇസ്തിസ്നാഉ ബിശർത്തി ഇത്തിസ്വാലിഹി, ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് ഇസ്തിസ്ന ചെയ്തുകൊണ്ടുള്ള രീതിയുണ്ട്. അത് സഹിയാണ്. അത് സഹിയാകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? മുസ്തസ്നയും ഇസ്തസ്നയും 2ഉം ചേർന്ന് നിൽക്കണം. ഉദാഹരണത്തിന്
ഒരാൾ പറഞ്ഞു അന്തി ത്വാലിക്കുൻ സലാസൻ ഇല്ലാ സിന്തൈനി, നീ 3 തലാഖും ചെല്ലപ്പെട്ടവളാണ് 2 ഒഴികെ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ ഫയഖൗ തൽഖത്തുൻ, ഒരു തലാഖാണ് അതുകൊണ്ട് നടക്കുക. ഈ ഒന്നിച്ചാണ് പറയുന്നതെങ്കിൽ അന്തി ത്വാലിക്കുൻ സലാസൻ എന്ന് പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഇല്ലാ സിന്തൈനി എന്ന് പറഞ്ഞതെങ്കിൽ 3 തലാഖും നടന്നു പോകും. അതേ സമയത്ത് ചേർത്തി പറയാണ് 2 ഒഴികെ 3 തലാഖും നീ ചെല്ലപ്പെട്ടവളാണെന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് 3 എന്ന് പറയാനല്ലാതെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒരു തലാഖാണ് അവിടെ നടക്കുക. വലവു ശക്ക, ഒരാൾ സംശയിച്ചു, ഹൽ തല്ലക്ക അംല, തലാഖ് നടന്നിട്ടുണ്ടോ അല്ലേ എന്ന്. ഇപ്പോൾ സൂചനാപദം ഉപയോഗിക്കുമ്പോൾ മനസ്സ് കരുതണമല്ലോ. മനസ്സ് കരുതിയിട്ടാണോ ഞാൻ ഇപ്പോൾ തലാഖ് ചൊല്ലിയത് പറഞ്ഞത്, അല്ല തലാഖ് മനസ്സ് കരുതാതെ പറഞ്ഞതാണോ, അഥവാ തലാഖ് നടന്നോ നടന്നില്ലേ എന്ന് സംശയിച്ചാൽ ലം തത്തുലുക്ക്, തലാഖ് നടന്നിട്ടില്ല എന്നതാണ്. തലാഖ് അബദ്ധത്തിൽ ചെല്ലിപ്പോയി എന്ന് ഉറപ്പാണ്. പിന്നെ ഭാര്യയായി അവൾ പിരിഞ്ഞു പോകുന്നുള്ള സങ്കടം കൊണ്ട് മനസ്സിലൊപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ സമയത്ത് സ്വാഭാവികമായ അയാൾക്ക് സംശയം ഉണ്ടായി തലാഖ് ചെല്ലിയോ ചെല്ലില്ലേ, അത്തരം ഘട്ടങ്ങളിൽ തലാഖാവൂല. വൽ വറഉ, അവിടെയുള്ള സൂക്ഷ്മത, അൻ യുറാജിയ, തിരിച്ചെടുക്കലാണ്. ഞാനിപ്പോൾ ഒരു തലാഖ് ചെല്ലിയോ ചെല്ലിയില്ലേ, അപ്പോൾ തലാഖ് ചെല്ലിയിട്ടില്ല എന്നാണ് മസല. പക്ഷെ അവിടുത്തെ സൂക്ഷ്മത എന്താണ്, അവൾ ഇദ്ദയിലായിരിക്കും, വേഗം അവളെ ഇങ്ങോട്ട് മടക്കിയെടുക്കുക, എന്നാൽ പിന്നെ ആ പ്രശ്നം തീർന്നല്ലോ. വലു ശക്കഫിൽ അതതിൽ മൽഫൂലി, പറഞ്ഞ എണ്ണം പറഞ്ഞല്ലോ, എണ്ണം 1 2 3 എന്താണ് പറഞ്ഞത് എന്നതിൽ സംശയിച്ചാൽ, അവിൽ മൻവിയി, അല്ലെങ്കിൽ എന്താണ് കരുതിയത്, ഞാനിപ്പോൾ വാക്ക് പറഞ്ഞ് തലാഖായിട്ടുണ്ട്, പക്ഷെ ആ തലാഖ് കൊണ്ട് 2നെയാണോ ഞാൻ കരുതിയത്, അതല്ല 3നെയാണോ കരുതിയത്, അതല്ല 1 മാത്രമാണോ കരുതിയത്, ഇങ്ങനെ സംശയം വന്നാൽ ഫയൗഖുദു ബിൽ അഖലി, ഏറ്റവും കുറഞ്ഞത് കൊണ്ടാണ് പിടിക്കേണ്ടത്. വയുസ്തഹബ്ബു അൽ ഇഹ്തിയാത്തു, അവിടെയെല്ലാം സൂക്ഷ്മത പുലർത്തൽ വളരെ സുന്നത്താണ്, നല്ലതാണ്. ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിയമങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി ഖൈറായത് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.